ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുനന്ദ വീട്ടിൽ വന്ന് ഒറ്റക്കാലിൽ നിൽക്കുക. സുഭാഷ് ഏട്ടനെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനും അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഇറങ്ങി പോകാനാ പറയുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, എനിക്ക് അങ്ങോട്ട് ഇനി പോകണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായി. സുനന്ദ കയ്യെ കാലെ പിടിച്ച് കരയുക. ഞാൻ ചത്താലും വേണ്ടില്ല എന്നൊക്കെ പറയണു. ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് സുനന്ദ സുഭാഷിനോട് പറഞ്ഞു. എല്ലാവരും അന്തം വിട്ടേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ സുഭാഷ് ഏട്ടനെ കൈവിടലേന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ കാല് പിടിക്കുവാണ് സുനന്ദ വന്ന്. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നിധിക്കൊക്കെയാണ് ഭയങ്കര കരച്ചിലും വരുന്നു. എൻ്റെ പൊന്നു കയ്യിന്ന് പോയി, മൊത്തം കയ്യിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പം എന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കല്ലേ എന്ന് പറഞ്ഞാൽ സുനന്ദ കരയുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടാ, അതെ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് സുനന്ദ ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാമല്ലോ അല്ലേന്ന് സുധീഷ് ചോദിച്ചു. ഇവിടെ അമ്മാവനും അമ്മായിയും ഒക്കെ വന്ന് ഒരു സീനുണ്ടാക്കിയാലേ ഇയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമോയെന്ന് ചോദിച്ചു സുധീഷ്. ഇല്ല, ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറഞ്ഞ സുധീഷ് സുഭാഷിൻ്റെ കാലിൽ തന്നെ കിടക്കും. എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ അല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, ഞാനിന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുനന്ദ എന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ സുനന്ദ ഭയങ്കര കരച്ചിൽ. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ സുനന്ദയെ പൊക്കിയെടുത്തു നമ്മുടെ സുഭാഷ്. അപ്പം അച്ഛൻ കിടന്ന് അതൊന്നും പറയുമ്പോൾ അച്ഛൻ പ്ലീസ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. നിധി എന്തോ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ ചാടി എഴുന്നേറ്റിട്ട് നിധി നിനക്കെങ്കിലും എന്നെ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു. നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കത്തില്ലേ എന്ന് ചോദിച്ചു. എന്നോട് പോകാൻ പറയല്ലേ എന്നും പറഞ്ഞിങ്ങനെ നിധിയുടെയും കാല് പിടിക്കാം. നിങ്ങളെല്ലാവരും എന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചാൽ എൻ്റെ കല്യാണം നടന്ന പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്നും സുനന്ദ നിധിയോട് പറയാം. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ദൈവമേ, സുനന്ദ ആത്മഹത്യ ചെയ്യുമെന്നും ഒന്ന് പറയണു. അച്ഛൻ കയ്യും കെട്ടി നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. സുഭാഷ് ഏട്ടനെങ്കിലും പറ, സുഭാഷ് ഏട്ടന് അറിയില്ല എനിക്ക് സുഭാഷ് ഏട്ടനോടുള്ള സ്നേഹം എത്രത്തോളം ആണെന്ന് ചോദിച്ചുകൊണ്ട് സുനന്ദ ഇങ്ങനെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും സുഭാഷ് സുനന്ദയുടെ തലയിലൊക്കെ തലോടി അതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കല്യാണം അങ്ങ് നടത്താമെന്ന് സുധീഷ് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിന് സമയം പോയാലേ ശരിയാവില്ല, അവരാളെയും കൂട്ടി ഇപ്പം ഇങ്ങ് വരുമെന്ന് സുധീഷ്, എന്നിട്ട് ഇവളെയും കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യുമെന്നും സുധീഷ് പറയുവാണ്. അപ്പോൾ സുധീഷാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. എടാ ഇവള് പറയുന്നത് കേട്ട് ചാടി പുറപ്പെട്ടിട്ട് നാണം കെടാൻ നിൽക്കരുത് എന്ന് അച്ഛൻ അന്നേരം പറയുക. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗ്ഗമാണെന്നൊക്കെ പറയുമ്പോൾ സുനന്ദ നിന്ന് ഭയങ്കര കരച്ചിൽ. കുറച്ച് കഴിഞ്ഞ് ഇവളെയും തിരക്കി തന്തയും തളയും വന്നു കഴിഞ്ഞാൽ പോവില്ല എന്നൊന്നും ഓരോ ഉറപ്പും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പോയി കാത്തു കിടന്ന് നാണം കെട്ടതിനേക്കാളും വലിയ നാണക്കേടാകും അത് പറഞ്ഞില്ലെന്ന് വേണ്ടെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. സുനന്ദ നിന്ന് ഭയങ്കര കരച്ചിൽ. എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് സുനന്ദ ചോദിച്ചു. നിങ്ങളൊക്കെ വിശ്വസിച്ചാൽ ഈ രാത്രി ഞാൻ ഇറങ്ങി വന്നത് എന്ന് ചോദിച്ച് സുനന്ദ നിൽക്കും. എന്ന് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ നിൽക്കുക. എൻ്റെ അമ്മയുടെ കുടുംബം തന്നെയല്ലേ ഭാസ്കറും അമ്മയുടേതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാമെങ്കിൽ എന്നെ വിശ്വസിച്ചൂടെ എന്നും സുനന്ദ ഭാസ്കരേട്ടനോട് ചോദിക്കുക. സുഭാഷ് അന്തം വിട്ട് നിൽക്കുവാണ്. ഉറപ്പാ ഞാൻ പോവില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുനന്ദ. അപ്പോഴും സുഭാഷ് കരഞ്ഞുകൊണ്ട് സുനന്ദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇവരെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. ആ സമയത്ത് സുധീഷ് പറഞ്ഞതുപോലെ ഞാൻ വിവാഹത്തിന് തയ്യാറാണെന്ന് സുനന്ദ സുധീഷിനോട് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും സുനന്ദ പറയും. എന്നിട്ട് സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നു. സുഭാഷ് ഏട്ടാ പ്ലീസ്, സുഭാഷ് ഏട്ടാ എന്നെ ഉപേക്ഷിക്കില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞു. ആ സമയത്ത് നിൻ്റെ അമ്മ വന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ഈ ഹരീഷ് ചോദിച്ചു. അമ്മ വന്ന് എന്ത് ഡ്രാമ കളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറില്ല എന്ന് സുനന്ദൻ ഇവരോടായിട്ട് പറഞ്ഞു, ഹരീഷിനോടൊക്കെ ആയിട്ട്. അച്ഛനൊന്നും മിണ്ടാൻ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ പോലും ഞാൻ പോകില്ല, പോരെ എന്നൊക്കെ സുനന്ദ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. സുനന്ദ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട്, സത്യമുണ്ട് എന്നുള്ളത്. സുധീഷിന് ഒരുപാട് സന്തോഷമായി. ഞാൻ പോവില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ ഇട്ടിട്ട് ഞാൻ പോവില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും ചേട്ടാ ഇനി നോക്കി നിൽക്കണ്ട, നമുക്ക് കല്യാണം നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അതെ സുനന്ദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നികേഷ് നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞു നികേഷും പറഞ്ഞു. അപ്പോൾ സുനന്ദ കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുക. സുനന്ദേച്ചിക്ക് ധൈര്യമില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേച്ചി ഇറങ്ങി വന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുക. അപ്പോൾ ശരി എന്നാൽ പിന്നെ ആരെങ്കിലും വരുന്നതിന് മുന്നേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, അതല്ലേ നല്ലത് എന്നൊക്കെ ഹരീഷ് ചോദിക്കുക കേട്ടോ. അപ്പം മൊത്തത്തിൽ പ്രശ്നമായി. ഏട്ടത്തിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പം ഇപ്പോഴോ ഈ രാത്രിയിലോ എന്ന് നിധി ചോദിച്ചു. ആ സമയത്ത് അച്ഛൻ അവിടെ നിന്ന് സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴായാലും ഇതിന് സമയം കാലമൊക്കെ ഉണ്ടോ, നല്ല കാര്യമല്ലേ, അത് വേഗം നടക്കട്ടെ എന്ന് ഹരീഷ് പറയുന്നു. അപ്പോൾ അതെ എന്ന് ഇവരും പറയുന്നു. പിന്നെ അവിടെ ഒരു കല്യാണം ഒരുക്കം ഭയങ്കരമായിട്ട് നടത്താൻ തന്നെ അവർ തീരുമാനിച്ചപ്പോഴത്തേക്കും സുധീഷ് നിധിയോട്, നിധി നമ്മുടെ കല്യാണം പോലും എങ്ങനെയാണ് നടന്നത്? തൻ്റെ വീട്ടുകാരെന്തൊക്കെ ചെയ്തു, ഇത്
തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പിന്നെ എല്ലാവരും അങ്ങ് അടങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം പോലെയാണോ ഇത് എന്ന് നിധി എന്തായാലും ചോദിക്കുക സുധീഷിനോട്. കല്യാണം എവിടെ വെച്ച് നടന്നാലും അത് കല്യാണം തന്നെയല്ലേ എന്ന് സുധീഷ് ചോദിക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സഹായം ചോദിക്കാം, അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിക്കാം നിധിയോട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി അങ്ങനെ ഒക്കെ നിൽക്കുന്നു. ദേ ഇവളെ ആരും അന്വേഷിക്കില്ല എന്ന് ഇവള് പറഞ്ഞല്ല നിങ്ങൾ വിശ്വസിക്കാൻ പോവാണെന്ന് അച്ഛൻ ചോദിച്ചു. എടാ അതൊരു കല്യാണ വീടാ, ആളുകൾ ഒരുപാട് പേര് വരുന്നതാ, ഇവൾ അവിടെ ഇല്ലെന്ന് അറിയാൻ അധികം നേരമൊന്നും വേണ്ടി വരത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ഇവർ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. അവരിവളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ആയിരിക്കും എത്താൻ പോകുന്നത്, അതിനൊരു മാറ്റവും ഇല്ല എന്ന് അച്ഛൻ പറയാം. പിന്നെ ദേ ഭൂതഗണങ്ങൾ ഇളങ്ങി വരുന്നത് പോലെ ആയിരിക്കും അവരെല്ലാവരും കൂടെ വരുന്നത്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സപ്പോർട്ടായി. അച്ഛൻ അതിന് ഓക്കെയും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നിട്ട് വലിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഒക്കെ കളഞ്ഞ് ഓടി അകത്തേക്ക് കയറി വരും കേട്ടോ. നിന്റെ തീരുമാനം ഇനി മാറില്ല എന്നുള്ള ഉറപ്പല്ലേന്ന് ചോദിച്ചപ്പം അത് ഞാൻ പറഞ്ഞല്ലേ ഭാസ്കര മാമ, സുഭാഷ് ഏട്ടനെ വിട്ട് ഞാൻ പോവില്ല, എനിക്ക് പോകാൻ കഴിയില്ല, എന്ത് വന്നാലും ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എടാ മക്കളെ ആ വാതിലും കഥയൊക്കെ അങ്ങ് അടയ്ക്കടാ, നമ്മൾക്ക് നോക്കാം ആരാ ജയിക്കുന്നതെന്ന്. അപ്പോഴേക്കും ആ മക്കൾ അതൊക്കെ അടയ്ക്കാനായിട്ട് പോയി. ആദ്യം നമുക്ക് ഇവിടെ വെച്ച് കല്യാണം നടത്താം, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇവളെയും കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം എന്നാലും വീട്ടിൽ വെച്ചൊക്കെ എങ്ങനെയാ ഒരു നല്ല കാര്യമല്ലേ എന്ന് നിധി ചോദിച്ചു. അമ്പലത്തിൽ വെച്ചല്ലേ നല്ലത് എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്, അപ്പോൾ ഈ വീട് തന്നെ മതി, ധാരാളം. വീടാണ് ആദ്യം കോവിലാകേണ്ടത്, കൂടുതൽ ആലോചിക്കാൻ സമയമില്ല, വേഗം മാറിക്കോ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് ഇതിനെല്ലാം മുന്നൊരുക്കം. അതിനുശേഷം പിന്നെ നിധി വന്ന സുനന്ദയോട് നീ പോക്കെ അല്ലെങ്കിൽ ചോദിച്ചു. അപ്പോൾ എനിക്ക് 100 വട്ടം സമ്മതമാണെന്ന് സുനന്ദ വീണ്ടും നിധിയോട് പറയുന്നു. അല്ല ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും താലി വാങ്ങണ്ടേന്ന് ചോദിച്ചു. ഇപ്പോൾ കടയിലൊക്കെ പോയാൽ കിട്ടുമോ? അപ്പോഴത്തേക്കും ഇവരിങ്ങനെ ആലോചിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് എന്ന കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച താലി അതിങ്ങനെ പിടിച്ചതൊക്കെ ഇവർ ഓർക്കുവാണ്. അപ്പോൾ സുഭാഷിൻ്റെ താലി സുധീഷിൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. സുധീഷ് ഓടിയ താലി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സൂപ്പറായി കേട്ടോ എന്ന് സുധീഷിനോട് നികേഷ് പറയും താലി കൊണ്ടുവന്ന് കാണിച്ചപ്പം. അപ്പോൾ എന്താ ഇങ്ങനെ നിൽക്കണേ, ചെന്ന് റെഡിയാകാൻ പറഞ്ഞു സുഭാഷിനോട്. ഇവർ അന്ന് കല്യാണത്തിന് വാങ്ങിയ ഡ്രസ്സിലെ അതിട്ടാൽ മതി ചെല. എടാ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഏട്ടൻ വരില്ല, നീ വാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞങ്ങനെ അവർ അയ്യന്മാർ നിർബന്ധിച്ച് സുഭാഷിനെ വരിക. ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുമ്പം ചേട്ടാ കുറച്ച് നേരം ഞങ്ങൾ പറയുന്നൊന്ന് കേട്ടിരുന്നാൽ മതി, ഇതിപ്പോൾ കഴിയുമെന്ന് പറഞ്ഞു. എടാ നിനക്കൊന്നും ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് സമയം കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് പിന്നെ നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് ഒരു സ്റ്റൈലായിട്ടൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുവാണ്. അപ്പോൾ നാളെ ആ പൂതനയുടെ അഹങ്കാരം പൊഴിയുന്ന ദിവസമാണെന്നും ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഭാസ്കരൻ നാളെ തീർക്കും എന്നൊക്കെ ഭാസ്കരേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അവരാരെങ്കിലും അറിയോ സുനന്ദയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ് സുനന്ദ. എന്നാലും എനിക്ക് എന്തോ ഒരു പേടിയുണ്ടെന്ന് സുനന്ദ പറയണു. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ നിധി ഇങ്ങനെ ഭയങ്കര ധൈര്യമായിട്ട് കൂടെ ഇരിപ്പുണ്ട്. അഥവാ ആരെങ്കിലും വന്നാലും നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞപ്പം അതെ ഞങ്ങളാരും പറഞ്ഞയക്കാൻ പോകുന്നില്ല, പക്ഷേ അവരുടെ കരച്ചിൽ കേട്ട് സുനന്ദ പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ഞാൻ പോകില്ല, ഇനി എന്തുണ്ടായാലും ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് തന്നെ സുനന്ദ പറയാം. അവർ പോലീസിനെ കൂട്ടി വന്നാലും ഞാൻ സുഭാഷ് ഏട്ടൻ്റെ ഒപ്പേ ജീവിക്കുള്ളൂ എന്ന് പറയുമെന്നും സുനന്ദ പറയുന്നു. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദ നിന്ന് ഇങ്ങനെ ധൈര്യത്തോട് സംസാരിക്കുമ്പം നീ ധൈര്യമായിട്ടിരിക്കും, ഇപ്പം തന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് അച്ഛൻ നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ സംഭവമൊക്കെ അവിടെ പെട്ടെന്ന് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ സുഭാഷിനെ വെള്ളയൊക്കെ ഇടിച്ച് അവർ കൊണ്ടുവന്നു. സുഭാഷ് ഇങ്ങനെ വന്ന് നിൽക്കുക, വന്ന് തൊഴുത് നിൽക്കുക, വേം വാ എന്ന് പറഞ്ഞു. അതായത് വിളക്ക് വയ്ക്കുന്നിടത്ത്. അതെ ഇനി ഇവള് പോകണമെന്നെങ്ങാനും പറഞ്ഞില്ലേ, കാര്യം തീർന്നു. അപ്പോൾ ചെറുക്കൻ വരും, പെണ്ണ് പോകും, അപ്പോൾ കാര്യങ്ങളെല്ലാം കൊളാവും, അതുകൊണ്ട് പെട്ടെന്ന് കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അതുപോലെ സുഭാഷ് സുനന്ദയെ നോക്കി, സുനന്ദ സുഭാഷിനെ നോക്കുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയെല്ലാം സുനന്ദ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഓർത്തു. അപ്പോൾ കാരണവന്മാർ നിൽക്കുമ്പോൾ നീ കർമ്മിയാകാൻ നോക്കുന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് താലി എടുത്ത് പൊക്കി പിടിച്ചപ്പോഴത്തേക്ക് അച്ഛൻ സുധീഷിനോട് പറയാം ആ താലി ഇങ്ങാടാ എന്ന് പറഞ്ഞു. താലി വാങ്ങിച്ചു വന്നിട്ട് സുഭാഷിനോട് കൊടുത്തു, കെട്ടിക്കോടാ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛൻ അവരോടുള്ള കലിപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കണത്. താലി കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുഭാഷ് പ്രാർത്ഥിച്ചു. അത് സുനന്ദയുടെ കഴുത്തേലേക്ക് കെട്ടാനായിട്ട് തുടങ്ങുക. സുനന്ദ ഇപ്പം അത് കെട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. താലി കൊണ്ടുവന്ന് കഴുത്തി കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശബ്ദം കേട്ട് ഇവരെല്ലാവരും ഓടി അങ്ങ് ചെന്നു. ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ എടാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ച വെച്ച് കയറി വരുവാണ് ആര്, ധനേന്ദ്രനും അതുപോലെ തന്നെ ലളിതയും കൂടി ഇതാ നിൽക്കുന്നു പറഞ്ഞു ഇവരകത്തേക്ക് കയറി ചെന്നു. അതായത് അവരെ കണ്ടു. ആ അറിയാടി, നീ ഇവിടെ കാണുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അടി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ സുനന്ദയോട് പറയാം. സുനന്ദ നേരത്തേക്കും സുഭാഷിൻ്റെ പുറകിൽ ഒളിച്ചു. അപ്പോൾ സുഭാഷ് ആ താലി ഇങ്ങനെ ചേർത്ത് സുനന്ദയെ പിടിക്കുവാണ്. കെട്ടിയില്ല, ആ താലിയും സുനന്ദയും സുഭാഷിൻ്റെ കൈകളിൽ.
അപ്പോൾ ദേ കണ്ടില്ലേ അവൻ താലിയും കൈപ്പിടിച്ചാ നിൽക്കുന്നതെന്ന് ലളിത. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഈ വൃത്തികെട്ടവൻ നമ്മുടെ മോളെ അവൻ്റെ ഭാര്യ ആക്കിയാനേ എന്നൊക്കെ ലളിത ഇങ്ങനെ ധനേന്ദ്രനോട് പറയാം. അപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ലളിത എന്ന് സുനന്ദയെ പിടിച്ച് വലിക്കുന്നു. ഇല്ല ഞാൻ വരില്ല എന്ന് സുനന്ദ. എന്നെ ഇവരുടെ കൂടെ അയക്കല്ലേ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുനന്ദ ഭയങ്കര കരച്ചിൽ. അപ്പോൾ എടാ നീ എന്ത് കരുതിയടാ, കല്യാണത്തലേന്ന് പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോടാന്നൊക്കെ ധനേന്ദ്രൻ സുഭാഷിനോട് ചോദിക്കാം. എടാ അതിന് നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളതെന്നൊക്കെ ഭയങ്കര ചോദ്യവും കാര്യങ്ങളും. ഇനിയാണെന്നും പറഞ്ഞുകൊണ്ട് ധനേന്ദ്രൻ സുഭാഷിനെ അടിക്കാൻ ഓങ്ങിയപ്പോഴത്തേക്കും സുധീഷ് ഇടയ്ക്ക് കയറി. അയാളെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. പിന്നെ അടിക്കാൻ ഓങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷും പിടിച്ച് തള്ളി. അങ്ങനെ ധനേന്ദ്രനെ അവർ എല്ലാവരും കൂടെ പിടിച്ച് വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കാം. ലളിത അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. ദേ ഇവിടെ ഒന്ന് ബഹളം വയ്ക്കാതെ ഇറങ്ങി പോയിക്കോണം രണ്ടുപേരും എന്ന് സുധീഷ് പറഞ്ഞു. ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ ചേട്ടൻ്റെ മേലെ കൈവയ്ക്കാനും മാത്രം നിങ്ങൾ വളർന്നോ? അത് കണ്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കുന്നു കരുതി ഇറങ്ങി പോടോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ്. അപ്പോൾ ഹരീഷേ ദേ സുധീഷേ നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് സുഭാഷ് ചോദിച്ചു. ചേട്ടാ ഇയാളും എടാ നിർത്താൻ പറഞ്ഞു നിധി അന്നേരത്തേക്കും ഒച്ച വെച്ച. ദേ ഇവിടെ ആരും സുനന്ദയെ കടത്തിക്കൊണ്ട് വന്നിട്ടില്ല, അവളാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് നിധി പറയാം. പിന്നെ അവളുടെ ഇഷ്ടത്തിനാണ് അവളിവിടെ വന്നത്, ഒന്ന് ബഹളം വയ്ക്കത് സമാധാനമായിട്ടിരിക്കാനും നിധി ഇവരോട് പറഞ്ഞു. എന്തായാലും നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം എന്ത് സംസാരിക്കാവെന്നോ, നാളെ കല്യാണ പന്തലിൽ നിൽക്കട്ടെ പെണ്ണാ ഇവളെന്നും പറഞ്ഞുകൊണ്ട് ലളിത ഇങ്ങനെ പറയണു. സുനന്ദ അന്നേരം സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല. അവൾ ഇവിടെ വന്ന് നിൽക്കുക, അവനാണെങ്കിലോ താലിയും കൈപ്പിടിച്ച് കേട്ടാ മുട്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിത. അപ്പം ആ സമയത്ത് ഞാൻ സംസാരിക്കണം അല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് ലളിത നിധിയോട് ദേഷ്യപ്പെടുക. എല്ലാത്തിനെയും കൊന്നിട്ടാണെങ്കിൽ ഈ കല്യാണം ഞങ്ങൾ നടത്തുമെന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു ഒറ്റത്തുപ്പ് ഭാസ്കരേട്ടൻ. അമ്മേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ല എന്ന് സുനന്ദ പറഞ്ഞു. അപ്പം നീ എന്താ കളിക്കുകയാണെന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. നേരം വെളുത്താൽ നിന്റെ കല്യാണമാ, സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യമാണോടി നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ദേ എടാ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോളണം. നിങ്ങൾ പറഞ്ഞ കല്യാണത്തിന് ഞാൻ മനസ്സുകൊണ്ട് കുറേ ശ്രമിച്ചതാ അച്ഛാ, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് സുനന്ദ അച്ഛനോടും അമ്മയോടും പറയണു. എനിക്കത് വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് അനുസരിക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. എന്നെ മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. സുഭാഷ് ഏട്ടൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്നും ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊന്നാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സുനന്ദ ഭയങ്കര പറച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഭാസ്കരേട്ടൻ കൈ അടിച്ച് നിന്ന് ചിരിക്കോ. എടോ എന്ന് പറഞ്ഞ് ലളിത വിളിച്ചപ്പോൾ ഭാസ്കരേട്ടനെ ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇത്ര മനോഹരമായൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഭാസ്കരേട്ടൻ കരയുന്നത് ചിരിക്കുന്നത്. നിനക്കിത് വേണോടാ, നിനക്ക് തന്നെ വേണം. അപ്പം അത് ശരി, അപ്പം ഇതെല്ലാം നിന്റെ പ്ലാൻ ആണല്ലേ എന്ന് ധനേന്ദ്രൻ ചോദിക്കുക. എൻ്റെ മോളെ ഇങ്ങോട്ട് വരുത്തിച്ചത് ഇയാളുടെ പരിപാടിയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെടോ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഭാസ്കരേട്ടൻ. എന്ത് ചെയ്യുമെന്ന് പറയടാ, എൻ്റെ വീട് ഈ നാട്ടിൽ ഏറ്റവും മോശമായ വീടാണെന്നല്ലേ നീ നിന്റെ ഭാര്യയും അളിയനും കൂടെ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്നിട്ട് എന്തോന്നാടാ ആ വീട്ടിലേക്ക് നിന്റെ മോൾക്ക് വന്ന് കയറാൻ തോന്നിയുള്ളോ എന്നൊക്കെ ഭാസ്കരേട്ടൻ ചോദിക്കുക. എടാ നിന്റെ മോള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലടാ. നാളെ നിങ്ങൾ നടത്താനിരുന്ന കല്യാണം ഇനി നടക്കാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ ഭാസ്കരേട്ടൻ്റെ ചിരി. അപ്പോഴത്തേക്കും നെഞ്ചത്ത് കൈയും വെച്ച് ലളിതയുടെ ഒക്കെ ഭയങ്കര കരച്ചിൽ. ഭാസ്കരേട്ടൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ട് ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.